പോയിന്റ്. നമുക്കിപ്പോൾ ഓണം എക്സാം ഒക്കെ നടക്കുവാണ്. അപ്പോൾ ക്ലാസ് 6-ന് ഈ വരുന്ന 21st തേഴ്സ്ഡേ സോഷ്യൽ സയൻസ് എക്സാം ആണല്ലേ. അപ്പം നിങ്ങൾക്ക് മിസ്സിന് അറിയാം നല്ല ടെൻഷൻ ഉണ്ടാകും. കാരണം നമ്മുടെ സിലബസ് ഒക്കെ മാറി, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറി, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺസും മാറി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കാനില്ല അല്ലേ. അപ്പം അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടാകും. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ ചാപ്റ്ററാണ് അത്യാവശ്യം നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേന്നൊക്കെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. സോ നിങ്ങൾ ആരും പേടിക്കണ്ട. ഇതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഒരു റാപ്പിഡ് റിവിഷൻ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. മിസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാം നന്നായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പം നോക്കിയാലോ, നമുക്ക് ആദ്യം നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. മിസ് പറഞ്ഞു ഓൾറെഡി പാറ്റേൺ മാറിയിട്ടുണ്ട് എന്ന്. ഇപ്രാവശ്യം നമ്മുടെ ഗവൺമെൻറ് പുതിയ പാറ്റേൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എന്തായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 6th എന്നൊക്കെ പറയുമ്പോൾ ആക്ടിവിറ്റീസിൽ 5 ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 6 ആക്ടിവിറ്റീസും അറ്റൻഡ് ചെയ്യണം. അതിൽ വരുന്ന സബ് ക്വസ്റ്റ്യൻസും കൂടി അറ്റൻഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ വേറൊരു സെക്ഷൻ എന്തായിരുന്നു, ഫോർ ക്വസ്റ്റ്യൻസ് വിത്ത് ഇന്റേണൽ ചോയ്സ് ആൻസർ ചെയ്ത് എ ഓർ ബി. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്റേണൽ ചോയ്സ് ആണുള്ളത്. അതായത് ഇപ്പോൾ 5th ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5th എ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ദെൻ 5th ബി ഉണ്ടാകും. ഈ എ ഓർ ബിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്നത് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്റേണൽ ചോയ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ എക്സാം പാറ്റേണിൻ്റെ ഒരു ഓവറോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിലബസ് നോക്കാം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്, എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളത്. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ദെൻ ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ദെൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആൻഡ് ദ 4th വൺ ഫ്രം ദി ഗ്ലോബ് ടു ദി മാപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചാപ്റ്റേഴ്സ് ഒക്കെ സിമ്പിൾ ആണ്, നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. 4th ചാപ്റ്ററിലാണ് ഗ്ലോബ്, മാപ്പ്, അങ്ങനത്തെ റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. കുറച്ച് ഡൗട്ടൊക്കെ വരുന്ന ചാപ്റ്റർ ആണത്. അപ്പോൾ ആരും പേടിക്കണ്ട, മിസ് അതിൻ്റെ സിമ്പിളായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ, ചാപ്റ്റർ 1 ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പുതിയ സ്കീം ഓഫ്, അതായത് നമ്മൾ എന്താണ് മിസ് പറഞ്ഞു ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, മോഡൽ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ അതിൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തേണ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് ഒന്ന് എന്താണ് ഒന്ന് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്. ഒന്ന് നോക്കിയേ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ സ്പീഷീസ് ഇൻ ഹോമോ ഗ്രൂപ്പ് ആർ ലിസ്റ്റഡ്. ഹോമോ ഗ്രൂപ്പിൽ വരുന്ന ഹ്യൂമൻ സ്പീഷീസിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഹ്യൂമൻ സ്പീഷീസ് ഫ്രം ദി ഗിവൺ ഹിൻസ്. നമ്മൾ എന്താ എഴുതണ്ട, ഈ ഫീച്ചർ മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് ഇത് വരുന്നത് ഏത് ഹ്യൂമൻ സ്പീഷീസ് ആണെന്നാണ് എഴുതണ്ടേ. അപ്പോൾ അത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ എവല്യൂഷൻ നന്നായിട്ട് നോക്കുക. ഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മുടെ എക്സാം പോയിന്റിന്റെ ഗൈഡിലും അത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ റെഫർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദ വൈസ് ഓർ തിങ്കിങ് മാൻ. എന്താണ് ഇതിൽ വരുന്നത്, ഏത് ഹ്യൂമൻ ഗ്രൂപ്പ് ആണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് വൺ എന്താ, ടൂൾ മേക്കേഴ്സ്. ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് ഹ്യൂമൻ ഗ്രൂപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻ സ്പീഷീസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ തേർഡ് വൺ ദ അപ്രൈറ്റ് ഹ്യൂമൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിവർന്ന് നടക്കുന്നത് ഏത് സ്പീഷീസിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ. തിങ്കിങ് മാൻ ഏതാണ്, ഹോമോ സാപ്പിയൻസ് ആണ് നമ്മുടെ തിങ്കിങ് മാൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ടൂൾ മേക്കേഴ്സ്. ആരാ ടൂൾ മേക്കേഴ്സിൽ വരുന്നത്, ഹോമോ ഹാബിലിസ് ആണ് ടൂൾ മേക്കേഴ്സിൽ വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ ദ അപ്രൈറ്റ് ഹ്യൂമൻസ്. അപ്രൈറ്റ് ഹ്യൂമൻസ് ആരാണ്, ഹോമോ ഇറക്ടേഴ്സ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 3 പേരുകൾ കിട്ടി, അതുപോലെ തന്നെ ഹോമോയുടെ ഗ്രൂപ്പുകളുടെ 3 പേരുകളും കിട്ടി, അതിൻ്റെ ഫീച്ചേഴ്സും കിട്ടി. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്.
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, അതിൽ തന്നെ വരുന്ന ബി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ എവല്യൂഷൻ. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഹ്യൂമൻ എവല്യൂഷൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രിമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മമ്മൽസ്. മമ്മൽസ് എന്ന് പറയുന്ന ഒരു പ്രിമേറ്റ്സിൽ നിന്നാണ് ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Then humanoid evolved from hominids. Then Australopithecus is the subgroup of Homo. Homo habilis is a group of modern man. സോ ഈ 4 എണ്ണത്തിൽ ഏതാണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് വണ്ണാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രിമേറ്റ്സ്. പ്രിമേറ്റ്സിൽ നിന്നാണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രിമേറ്റ്സ് എന്ന് പറയുന്നത് കാറ്റഗറി ഓഫ് മമ്മൽസ്. ഓക്കെ, മമ്മൽസിൻ്റെ ഒരു കാറ്റഗറിയാണ് ഈ നമ്മുടെ പ്രിമേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ വരുന്ന സി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ബുക്ക് ഡിഡ് ചാൾസ് ഡാർവിൻ പ്രസന്റ് ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ? അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് എന്ത് കിട്ടി? ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നത് ചാൾസ് ഡാർവിൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ അപ്പോൾ ഈ ചാൾസ് ഡാർവിൻ്റെ ബുക്കാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് ബുക്കിലാണ് അദ്ദേഹം ഈ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതാണ്? ദ പവർ ഓഫ് മൂവ്മെന്റ് ഇൻ പ്ലാന്റ്സ്, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ദ ലൈഫ് ഓൺ ദ എർത്ത് ആൻഡ് ദ ഡി ഒറിജിൻ ഓഫ് ലൈഫ്. ഏതാ ആൻസർ? അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഈ ബുക്കിലാണ് അദ്ദേഹം ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചിലപ്പോൾ 3 വൺ വേർഡ്സിനുള്ളത് കിട്ടിയില്ലേ? ഒന്നുകിൽ ചാൾസ് ഡാർവിൻ ആണോ എന്ന് ചോദിക്കാൻ. ചാൾസ് ഡാർവിൻ ആണ് ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്കിലാണ്. ഓക്കെ, the next question, list the characteristics of the various stone age period. എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം സ്റ്റോൺ ഏജ് പീരീഡ് 3 ടൈപ്പിലാണുള്ളത്. നമ്മുടെ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് 3 ഏജസ് ആയിട്ടാണുള്ളത്. ഈ 3 ഏജസിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഏതൊക്കെയാ? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് ദ തേർഡ് വൺ നിയോലിത്തിക് ഏജ്. അപ്പൊ നമ്മുടെ 3 സ്റ്റോൺ ഏജുകളാണിത്. ക്ലിയർ? ഇനി അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാ? ഈ 3 ഏജസിന്റെയും ഫീച്ചേഴ്സ് കൂടി പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് എന്തായാലും ഓർത്ത് വെക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അത്. ചിലപ്പോൾ 1 വേർഡിനോ അല്ലാതെയൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉള്ളവരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നോക്കാം, പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. ഇങ്ങനെ ബോക്സ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇത് സ്റ്റോൺ ഏജ് ആണെന്ന് പറഞ്ഞു. ഈ 3ലും സ്റ്റോൺസിന് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോൺസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഈ പാലിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്യുന്നത് റഫ് സ്റ്റോൺ ടൂൾസ് ആയിരിക്കും, റഫ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരിക്കും. പക്ഷെ മെസോലിത്തിക് ഏജിൽ യൂസ് ചെയ്യുന്നത് സ്മോൾ ആൻഡ് ഫൈൻ സ്റ്റോൺ ടൂൾസ് ആയിരിക്കും. സ്മോളർ ടൂൾസ് ആയിരിക്കും ഇവിടെ മെസോലിത്തിക്കിൽ യൂസ് ചെയ്യാം. ബട്ട് നിയോലിത്തിക്കിൽ എന്തായിരിക്കും? പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആയിരിക്കും. ഇവിടെ ഭയങ്കര ഹാർഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര പരുക്കനായിട്ടുള്ള റഫ് സ്റ്റോൺസ് ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ സ്മോൾ സ്റ്റോൺ ടൂൾസ് ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ എന്താണ്? ഇത് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആയിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് എന്താണ്? ശേഖരണം, അതുപോലെ തന്നെ വേട്ടയാടലും. ഗാദറിങ്ങും അതുപോലെ തന്നെ ഹണ്ടിങ്ങും ആണ്. മെസോലിത്തിക്കിൽ വരുമ്പോൾ എന്താ? യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ഗ്രാസസും അതുപോലെ തന്നെ ഫിഷും ആണ് അവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. നിയോലിത്തിക്കിൽ വരുമ്പോൾ എന്താ? നമുക്കറിയാം നിയോലിത്തിക്കിലാണ് നിയോലിത്തിക് റെവല്യൂഷൻ എന്നൊക്കെ പറയുന്ന ടേം നമുക്ക് പഠിക്കാനുള്ള. അവിടെ എന്താണ്? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത ഏരിയ ആണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത ഏജ് എന്ന് പറയുന്നത് നിയോലിത്തിക് ഏജ് ആണ്. ദെൻ ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് ആണ്. സ്റ്റോൺ ഏജിന്റെ ഫസ്റ്റ് ഫേസ് ആണ് നമ്മുടെ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ദെൻ മെസോലിത്തിക് ഏജ് എന്താണ്? അനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. ക്ലോത്തിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് അനിമൽസിന്റെ തോലും അതുപോലെ തന്നെ ട്രീസിൽ നിന്ന് വരുന്ന ഇലകളും കാര്യങ്ങളും ഒക്കെയാണ് അവർ ക്ലോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ലീവ്സ് ഒക്കെ ആയിരിക്കും. ദെൻ നിയോലിത്തിക് ഏജിലോ ഇൻവെന്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. അവിടെ എന്താ പറയുന്നത്? അവർ വീൽസ് ഒക്കെ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ പോട്ടറി മേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എന്താണ് പോട്ടറി മേക്കിംഗ് ഒക്കെ പോലത്തെ ഉള്ള കരകൗശല ക്രാഫ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ നിയോലിത്തിക് ഏജിലാണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. Then next question നോക്കിയേ, what all changes might settled life have brought about in humans? എന്താ ചോദിച്ചിരിക്കുന്നത്? സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ സെറ്റിൽഡ് ലൈഫ് ഹ്യൂമൻസിൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ചേഞ്ചസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്ഥിരതാമസമാക്കി കഴിഞ്ഞപ്പോൾ ഈ സ്ഥിരതാമസം അവരുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നു? ഡ്വെല്ലിംഗ് ബിഗാൻ ടു ബി ബിൽഡ്, എന്താണ് അവർ കെട്ടിടങ്ങളും എന്തൊക്കെയാണ് വീടുകളൊക്കെ എന്താണ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി, പണി ചെയ്യാൻ തുടങ്ങി. Then people began to interact more with each other and marked the beginning of organized social life. എന്താ പറയുന്നത്? പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ട്, മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇതാണ് അവരുടെ ഒരു സോഷ്യൽ ലൈഫ്, ഒരു സാമൂഹ്യ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഇവിടെയാണ്. Then settlements gradually developed into villages and urban centers. നേരത്തെ പണ്ട് കാലത്തൊക്കെ ഇവർ താമസിച്ചിരുന്നതൊക്കെ ജനപദാസ് എന്നറിയപ്പെടുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആൾക്കാരൊക്കെ കൂടി താമസിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ സെറ്റിൽമെന്റ്സ് എന്തായി, അവരുടെ താമസമൊക്കെ വില്ലേജസും അതുപോലെ തന്നെ അർബൻ സെന്റേഴ്സിലേക്കൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. The next question, Bronze Age civilizations formed in river valleys. Why? എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വേറൊരു സെക്ഷനാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഒക്കെ ഡെവലപ്പ് ആയിട്ടുള്ളത് റിവർ വാലീസിലാണ്, ഓരോ നദികളുടെ തീരങ്ങളിലാണ് അല്ലെങ്കിൽ നദീ താഴ്വരങ്ങളിലാണ് ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഡെവലപ്പ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം എന്താ, അവിടെ ഫെർട്ടൈൽ സോയിലാണ്. ദെൻ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, റിവർ വാലീസ് എന്നൊക്കെ പറയുമ്പോൾ വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഒരുപാട് ഉണ്ടാകും. ദെൻ ഫേവറബിൾ ക്ലൈമറ്റ്, എന്താണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ 3 റീസൺസ് കാരണമാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ റിവർ വാലീസിലൊക്കെ എന്താണ് ഡെവലപ്പ് ആയിട്ടുള്ളത്. So next question എന്താണ്? Identify the river valleys where the major Bronze Age civilizations developed. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പഠിക്കാനുള്ള സിവിലൈസേഷൻസ്, 4 സിവിലൈസേഷൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഈ 4 സിവിലൈസേഷൻസും ഡെവലപ്പ് ആയിട്ടിരിക്കുന്നത് 4 റിവേഴ്സിൻ്റെ പേരിലാണ്. ഓക്കെ, സോ ആ പേരുകൾ മറന്നു പോകരുത്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വരുന്നത് ഏത് റിവർ ആണ്? യൂഫ്രട്ടിസ്, ടൈഗ്രിസ് എന്ന് പറയുന്ന റിവർ വാലീസ് ആണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണെങ്കിൽ നൈൽ റിവർ ആണ്, അതുകൊണ്ടാണ് ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ മിസ് പറയാൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ ഹരപ്പൻ സിവിലൈസേഷൻ വരുന്നത് നമ്മുടെ ഇൻഡസ് റിവർ, സിന്ധു നദീതീരത്താണ്. ദെൻ ചൈനീസ് സിവിലൈസേഷൻ വരുന്നത് ഹ്വാങ്ഹോ എന്ന് പറയുന്ന റിവറിന്റെ സൈഡിലാണ്. ഓക്കെ, സോ ഈ റിവേഴ്സ് ഒരിക്കലും മറക്കരുത്. മെസപ്പൊട്ടോമിയൻ എന്ന് പറയുന്നത് യൂഫ്രട്ടിസ് ടൈഗ്രിസ് ആണ്, ഈജിപ്ഷ്യൻ എന്ന് പറയുന്നത് നൈൽ റിവർ ആണ്, ഹരപ്പൻ എന്ന് പറയുന്നത് ഇൻഡസ് റിവർ ആണ്, ചൈനീസ് എന്ന് പറയുന്നത് ഹ്വാങ്ഹോയാണ്. ഓക്കെ, the next question, write a note on cuneiform script which are the major cities of the Mesopotamian civilization. ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ 1-2 ഫീച്ചേഴ്സ് കൂടി പഠിച്ചിരിക്കുക. അവിടുത്തെ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് എന്തായാലും നോട്ട് ചെയ്യുക. സോ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ വരുന്ന സ്ക്രിപ്റ്റ് ആണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു 1 വേർഡിനുള്ള ആൻസർ കിട്ടി. ദെൻ വിച്ച് ആർ ദ മേജർ സിറ്റീസ് ഓഫ് ദ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ടത് ക്യൂണിഫോം സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതേണ്ടത്. എന്താണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാ? സുമേറിയൻസ് ആണ്. ദെൻ ഇറ്റ് വാസ് എ വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഒരു ആപ്പിൻ്റെ ആകൃതിയിൽ, അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആപ്പിൻ്റെ ആകൃതിയിലാണ് നമ്മുടെ എന്ത് വരുന്നത്, ഈ നമ്മുടെ ക്യൂണിഫോം സ്ക്രിപ്റ്റ് വരുന്നത്. ദെൻ അതിൻ്റെ അകത്ത് എന്തായിരിക്കും? ലെറ്റേഴ്സ് അല്ല ഏറ്റവും കൂടുതൽ, പിക്ചേഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ദെൻ ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ക്ലേ ടാബ്ലറ്റ്സിലാണ് നമ്മൾ ഇത് എഴുതുക. ആൻഡ് ദേ യൂസ്ഡ് എ പോയിന്റഡ് റീഡ് സ്റ്റൈലേഴ്സ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ഇതിൽ എഴുതാനായിട്ട്, ഈ ടാബ്ലറ്റിൽ എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നല്ല പോയിന്റഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ എഴുതാനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ആർ ദ മേജർ സിറ്റീസ് ഓഫ് ദി മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ മേജർ സിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? ഉറുണ്ട്, ഉറുക്കുണ്ട്, അതുപോലെ തന്നെ ലഗാഷ് ഉണ്ട്. ഇതാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ മേജർ സിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന്? ഇപ്പം നമ്മൾ നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റ് ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി സിവിലൈസേഷനും സ്ക്രിപ്റ്റ് ഉണ്ട്. ഏതൊക്കെയാ? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് ആണ്,
ചൈനീസിൽ വരുന്നത് ചൈനീസ് സ്ക്രിപ്റ്റ് ആണ്. ഹരപ്പയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എന്താണ്, സിമ്പിൾസ് ആണ്. ലെറ്റേഴ്സിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിന് പകരം വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും സിമ്പിൾസ് ആണ്. ആൻഡ് ദെയർ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ സീൽസ്. ഓരോ സീൽസിൽ ഇവരുടെ ഈ ആർട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ ഈ സിവിലൈസേഷന്റെ സ്ക്രിപ്റ്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. The next question എന്താ, ടാബ്ലേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി മെസപ്പൊട്ടോമിയൻസ്. മെസപ്പൊട്ടോമിയൻസിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പറയുന്നുണ്ട്. മാത്തമാറ്റിക്സിലും സയൻസിലും ലോയിലും ഒക്കെ അവർക്ക് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സയൻസിൻ്റെ നോക്കാം. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ മെസപ്പൊട്ടോമിയക്കാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റത്തെ ലൂണാർ കലണ്ടർ ആണ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ. ദെൻ കാൽക്കുലേറ്റ് ദ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്. ദെൻ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. സോ സയൻസിൽ ഇത് രണ്ടെണ്ണം വരുന്നുണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ദെൻ ലോയിലേക്ക് വരുമ്പോൾ എന്താ, ലോസ് വെയർ കോഡിഫൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ദ റെയിൻ ഓഫ് സുമേറിയൻ റൂളർ ഡങ്കി. എന്താ, സുമേറിയൻ റൂളർ ആയിട്ടുള്ള ഡങ്കിയുടെ ടൈമിൽ അവരുടെ രാജവാഴ്ച സമയത്താണ് ഈ ലോസ് ഒക്കെ കോഡിഫൈ ചെയ്യുന്നത്. Then the code of Hammurabi is the revised form of these laws. ഈ ലോസിന്റെ ഒക്കെ ഒരു റിവൈസ്ഡ് ഫോം ആണ് ഇത് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നോട്ട് ചെയ്ത് നോക്കുക. കോഡ് ഓഫ് ഹമ്മുറാബി വരുന്നത് നമ്മുടെ മെസപ്പൊട്ടോമിയൻസിന്റെ കോൺട്രിബ്യൂഷൻസിലാണ്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിന്റെ കോൺട്രിബ്യൂഷൻസ് കൂടി നോട്ട് ചെയ്യാം. The next question, the main city of the Egyptian civilization was dash. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ മെയിൻ സിറ്റി എന്ന് പറയുന്നത് ഏതാണ്, കെയ്റോയാണ്. Then what were the kings of Egypt known as? ഈജിപ്തിലെ കിങ്സിനെ നമ്മൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്, ഫറാവ് എന്ന് പറയുന്ന പേരിലാണ് നമ്മൾ ഈജിപ്തിലെ കിങ്സിനെ അറിയപ്പെടുന്നത്. സോ ഇതും നമുക്ക് വൺ വേർഡ്സ് എക്സ്പെക്ട് ചെയ്യാവുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം വൺ വേർഡ്സ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, മിസ് നേരത്തെ പറഞ്ഞിരുന്നു, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് പറഞ്ഞു. എന്താണ് നൈലിന്റെ ഗിഫ്റ്റ്, അല്ലെങ്കിൽ എന്താണ് അത് പറയാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് നമ്മുടെ ഈജിപ്റ്റ് അറിയപ്പെടാനുള്ള മെയിൻ കാരണമാണ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദി പീപ്പിൾ. ഈ പീപ്പിൾസിന്റെ, അവിടുത്തെ പീപ്പിൾസിന്റെ ഏറ്റവും മെയിൻ ജീവിത മാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. ദെൻ വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രോ അബണ്ടന്റ്ലി ഇൻ ദി നൈൽ റിവർ ബേസിൻ. ഈ നൈൽ റിവറിന്റെ തീരത്താണ് ഈ വീറ്റും ബാർലിയും മില്ലറ്റ്സും ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നത് ഈ നൈൽ റിവറിന്റെ തീരത്താണ്. ദിസ് അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റി ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെന്റ് ഓഫ് എ സിവിലൈസേഷൻ ഇൻ ദി നൈൽ വാലി. ഈ അഗ്രികൾച്ചർ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ, അല്ലെങ്കിൽ ഗ്രോ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ കാരണം കൊണ്ടാണ് അവിടെ സിവിലൈസേഷൻസ് ഒക്കെ ഡെവലപ്പ് ആവുന്നത്. ഹെൻസ് ഈജിപ്റ്റ് ഈസ് കോൾഡ് ദി ഗിഫ്റ്റ് ഓഫ് നൈൽ. അതുകൊണ്ടാണ് ഈജിപ്റ്റ് എന്താണ്, ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ മാച്ച് ദ ഫോളോയിങ് തന്നെ ചോദിച്ചില്ലെങ്കിൽ മേ ബി വൺ വേർഡ്സ് ചോദിക്കാം. അപ്പൊ നോക്കിയേ, സിഗുറാത്തിന്റെ നേരെ എന്താണ് വരേണ്ടത്, ദെൻ കോഡ് ഓഫ് ഹമ്മുറാബി, ദെൻ പിരമിഡ്സ്, മമ്മീസ്, മെസപ്പൊട്ടാമിയൻ. സോ ഇതിൽ എന്താണ് നേരെ വരുന്നതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. സിഗുറാത്തിന്റെ നേരെ എന്താ വരുന്നത്, സിഗുറാത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആണ്. ദെൻ കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്, ഹമ്മുറാബിയുടെ കോഡിൽ വരുന്നത് ഒരു കോട്ടാണ്. ഇത് ആൻ ഐ ഫോർ ആൻ ഐ, എന്താ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് നമ്മൾ പറയും. സോ അത് വരുന്നത് കോഡ് ഓഫ് ഹമ്മുറാബിയിലാണ്. ദെൻ പിരമിഡ്സ് എന്ന് പറയുന്നത് ടോംസ് ഓഫ് എ ഫറോ, ഫറോവിന്റെ ഒക്കെ ടോംബിനെയാണ് നമ്മൾ പിരമിഡ് എന്ന് പറയാ. ദെൻ മമ്മി എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയിൽ ഉണ്ടാകുന്നതാണ്. അത് മമ്മീസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീനെയാണ് നമ്മൾ മമ്മീസ് എന്ന് വിളിക്കുക. ദെൻ മെസപ്പൊട്ടോമിയൻ ആണ് എന്ത്, ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, രണ്ട് റിവേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ നദികൾക്കിടയിലെ ലാൻഡ് എന്നാണ് മെസപ്പൊട്ടോമിയ അറിയപ്പെടുന്നത്. കാരണം എന്താണ്, യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾക്കിടയിലാണ് എന്ത് കാണുന്ന മെസപ്പൊട്ടോമിയ. സോ മെസപ്പൊട്ടോമിയ നമ്മൾ പറയുന്നതാണ് ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദർ ആർ ഡിഫറെന്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ ഡിക്ലൈൻ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. റൈറ്റ് സം ഓഫ് ദം. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ഹരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി, തകരാനായിട്ട് തുടങ്ങി.
സോ ഈ തകർച്ചയുടെ ഒരുപാട് കാരണങ്ങളാണ് ആളുകൾ പറയുന്നത്. അതിൽ കുറച്ച് കാരണങ്ങൾ എഴുതാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ഈ 4 ഓർത്തു വെക്കുക. എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്, ഫ്രീക്വൻറ്റ് ഫ്ലഡ്, ഡീഫോറസ്റ്റേഷൻ, എക്സസീവ് യൂസ് ഓഫ് ലാൻഡ്. സോ ഈ 4 റീസൺസ് കാരണമാണ് നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ക്ലിയർ? ക്ലൈമറ്റ് ചേഞ്ചസ്, ഫ്രീക്വൻറ്റ് ഫ്ലഡ്, ഡീഫോറസ്റ്റേഷൻ ആൻഡ് എക്സസീവ് യൂസ് ഓഫ് ലാൻഡ്. ഓക്കെ അല്ലേ? Then, what were the special features of the Great Bath of Mohenjo-daro? മോഹൻജൊദാരോയിൽ ഒരു മെയിൻ ഫീച്ചർ ആണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്, വലിയ കുളിമുറി എന്ന് പറയുന്നത്. സോ ഈ ഗ്രേറ്റ് ബാത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാലോ, മോഹൻജൊദാരോ വാസ് ദ മേജർ സിറ്റി ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. എന്താ? ഹരപ്പൻ സിവിലൈസേഷനിൽ ഒരു മേജർ സിറ്റിയാണ് നമ്മുടെ മോഹൻജൊദാരോ എന്ന് പറയുന്നത്. And the Great Bath is the most distinctive structure of this city. There were flights of steps on both sides to enter this tank and it had bathrooms. എന്താണ്? ഇങ്ങോട്ട് പോകാനായിട്ട് 2 സൈഡ്സിലും സ്റ്റെപ്പുകൾ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ബാത്റൂംസ് ഉണ്ട്. There were also arrangement for filling fresh water and draining out waste water. അതുപോലെ തന്നെ അവിടെ എന്ത് ഫെസിലിറ്റീസ് ഉണ്ട്? ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യാനുള്ള അറേഞ്ച്മെന്റും ഉണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ കളയാനുള്ള സൗകര്യവും ഈ ഗ്രേറ്റ് ബാത്തിലുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അത് കാണുന്നത് നമ്മുടെ ഹരപ്പൻ സിറ്റിയിലെ മോഹൻജൊദാരോയിലാണ്. ദെൻ അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. ചാപ്റ്റർ 1 നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് എന്താണ്? ഏർലി ഹ്യൂമൻസിന്റെ കാര്യം പഠിച്ചു. ആ 3 ഏജസ്, സ്റ്റോൺ ഏജസ് പഠിക്കുക. അതുപോലെ തന്നെ ആ സിവിലൈസേഷൻസിന്റെ ഫീച്ചേഴ്സ് പഠിക്കുക. സിവിലൈസേഷൻ ഏത് റിവേഴ്സിന്റെ ഇതിലാണ് വരുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ റൈറ്റിംഗ് സ്ക്രിപ്റ്റ് ഏതാണെന്നും അവരുടെ കോൺട്രിബ്യൂഷൻസും പഠിക്കുക. ഓക്കെ, ദെൻ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഏർലി സ്റ്റേറ്റ്സ്. ഏർലി സ്റ്റേറ്റ്സിൽ നമുക്ക് മഹാജനപദാസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. സോ നമുക്കൊന്ന് നോക്കിയാലോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ്? ദ ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി വാസ് ഒറിജിനേറ്റഡ് ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഏതൻസ്. വാട്ട് വേർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രസി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്? ഈ പീരീഡ് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താണ്? ഏതൻസിലെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിലാണ്. അപ്പം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. All men having citizenship in Athens participated in electing rulers and making laws. എന്താ പറഞ്ഞിരിക്കുന്നത്? എലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സിറ്റിസൺസിനും, ഓൾ മെന്നിനും, എല്ലാ ആണുങ്ങൾക്കും എന്തുണ്ട്? സിറ്റിസൺഷിപ്പ് ഉണ്ട് ഏതൻസിൽ. Then women, slaves and foreigners did not have citizenship status. അവിടെ ആർക്കാ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് ഇല്ലാത്തത്? വുമൻസിനും അതുപോലെ തന്നെ സ്ലേവ്സിനും ഫോറിനേഴ്സിനുമാണ്. ഇതാണ് ഇവിടുത്തെ ഡെമോക്രസിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയാലോ. ഹൗ വാസ് ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് നോൺ? ഇതൊരു 1 വേർഡിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതൻസിന്റെ പൊളിറ്റിക്കൽ ബോഡീനെ പറയുന്ന പേരെന്താണെന്ന് ഓപ്ഷൻസ് ഉണ്ട്. വില്ലേജ് പരിഷത്ത്, അസംബ്ലി, കൗൺസിൽ ആൻഡ് പാർലമെന്റ്. സോ നമ്മുടെ ഓപ്ഷൻസിൽ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അസംബ്ലി എന്നാണ് നമ്മുടെ ഏതൻസിന്റെ പൊളിറ്റിക്കൽ ബോഡീനെ പറയുന്ന പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അഗസ്റ്റസ് ദാറ്റ് ദ റോമൻ റിപ്പബ്ലിക് ട്രാൻസിഷൻഡ് കംപ്ലീറ്റ്ലി ഇൻ ടു ദി റോമൻ എംപയർ. സോ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് വെർ ദ ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ. ഓക്കെ, ഈ റോമൻ എംപയറിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ SCRT ഗവൺമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. റോമൻ എംപയറിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിയാലോ. റോമൻ എംപയർ വാസ് എ വാസ്റ്റ് എംപയർ ദാറ്റ് സ്പ്രെഡ് അക്രോസ് യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക ആൻഡ് വെസ്റ്റേൺ ഏഷ്യ. എന്താണ് റോമൻ എംപയർ എന്ന് പറയുന്നത്? ഒരു വാസ്റ്റ് എംപയർ, നല്ല വലിയൊരു ഒരുപാട് സ്ഥലങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു എംപയർ ആണ് റോമൻ എംപയർ എന്ന് പറയുന്നത്. അത് എവിടെ വരെ സ്പ്രെഡ് ആയിട്ടുണ്ട്? യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക ആൻഡ് വെസ്റ്റേൺ ഏഷ്യ വരെ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് ഏരിയ അല്ലെങ്കിൽ വാസ്റ്റ് എംപയർ ആണ് നമ്മുടെ റോമൻ എംപയർ എന്ന് പറയുന്നത്. ആൻഡ് ദ റോമൻ എംപറേഴ്സ് വെയർ നോൺ ആസ് പ്രിൻസപ്പ്. ഈ റോമൻ എംപയറിലെ റോമൻ എംപറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസപ്പ്. പ്രിൻസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് സിറ്റിസൺ എന്നാണ് മീനിങ്. ഓക്കെ, ഇനി ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ലെഡ് ബൈ ദ പ്രിൻസപ്പ് വാസ് കോൾഡ് ദ പ്രിൻസിപ്പേറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രിൻസിപ്പ് എന്താ ചെയ്യുന്നത്? സിസ്റ്റം ഓഫ് ഗവേണൻസ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻസ് അവർ ലീഡ് ചെയ്യുന്നതിന് എന്താ പറയുക? ആ ലീഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പേറ്റ് എന്നാണ്.
Then Augustus established the Principate governing system. ഈ Principate governing system establish ചെയ്തത് ആരാണ്? അഗസ്റ്റസ് ആണ്. Then there was a strong army that did service for regular wages. ഒരു റെഗുലർ വേജസിൽ എന്താണ് സർവീസസ് ചെയ്യാനായിട്ട് എന്തുണ്ട്? ഒരു സ്ട്രോങ് ആർമി തന്നെ അവിടെ ഉണ്ട്. സോ അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മുടെ എന്ത് സ്ട്രോങ് ആർമി എന്ന് പറയുന്നത് ഒരു ഫീച്ചർ ആണ്. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മുടെ റോമൻ എംപയറിൽ വരുന്നത്. The next question again, what are the factors that helped Magadha's emergence as a prominent Mahajanapatha? ഇത് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മഗധയുടെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 16 മഹാജനപദാസ് ഉണ്ട്. ഈ 16 മഹാജനപദാസിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മഗധ വരാനുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഫെർട്ടൈൽ റീജിയൻ ആണ്. മിസ് ഇവിടെ ഷോർട്ട് ആയിട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് നമ്മുടെ മഗധ എന്ന് പറയുന്നത്? ഒരു ഫെർട്ടൈൽ റീജിയൻ ആണ്. ദെൻ പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മഗധയിലെ റൂളേഴ്സ് എന്ന് പറയുന്ന അജാതശത്രു എന്നൊക്കെ പറയുന്ന നമ്മുടെ റൂളേഴ്സ് ഒക്കെ എന്താണ്? ഭയങ്കര സ്ട്രോങ് ആൻഡ് പവർഫുൾ റൂളേഴ്സും അതുപോലെ തന്നെ സ്ട്രോങ് മിലിറ്ററിയും ഇവർക്കുണ്ട്. ദെൻ പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. അതുപോലെ തന്നെയാണ് അഗ്രികൾച്ചറിലെയും ട്രേഡിലെയും പ്രോഗ്രസ്. Then presence of iron ore manufacture and use of iron weapons and tools. മെയിൻ അടുത്തൊരു പോയിന്റ് ആണ് അയൺ ഓറിന്റെ പ്രസൻസ്. അയൺ ഓറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് പറ്റുന്നു? അതുപോലെ തന്നെ ഇവിടുത്തെ അയൺ വെപ്പൻസും ടൂൾസിൻ്റെയും ഒക്കെ യൂസിങ് ഈ മഗധക്ക് ഇത്രയും പ്രൊമിനൻ്റ് ആയിട്ട് വരാനുള്ള ഒരു റീസൺ ആണ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെയാണ് യൂസ് ഓഫ് എലിഫൻറ്റ് എന്നൊക്കെ പറയുന്നത്. വാറിൽ അവർ ഒരുപാട് യൂസ് ചെയ്യുന്നത് എലിഫൻറ്റിനെയാണ്. സോ ഇതൊക്കെ ഇതിൻ്റെ മെയിൻ റീസൺസ് ആണ്. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് എ നോട്ട് ഓൺ ഗ്രീക്ക് ഫിലോസഫേഴ്സ്. നമുക്ക് 3 ഗ്രീക്ക് ഫിലോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ കുറിച്ചിട്ട് ഒരു ചെറിയ നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ആളെ നോക്കിയാലോ. ആദ്യത്തെ ആൾ ആരാണ്? സോക്രട്സ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ആണുള്ളത്. അതിൽ സോക്രട്സ് എന്താണ് പറയുന്നത്? emphasized that knowledge is virtue. എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് നോളജ് എന്ന് പറയുന്നതാണ്. നോളജ് ആണ് ഇവിടുത്തെ മെയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ പ്രൊപ്പഗേറ്റഡ് ഐഡിയാസ് ത്രൂ ദ മെത്തേഡ് ഓഫ് ലോജിക്കൽ ഡിസ്കഷൻ. അദ്ദേഹം ഐഡിയാസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? മെത്തേഡ് ഓഫ് ലോജിക്കൽ ഡിസ്കഷൻ. അദ്ദേഹത്തിൻ്റെ ഒരു സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയുന്ന ലോജിക്കൽ ഡിസ്കഷനിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ദെൻ പ്ലേറ്റോ എന്ന് പറയുന്നത് ആരാണ്? ഡിസിപ്പിൾ ഓഫ് സോക്രട്ട് ആണ്. ദെൻ ഫൗണ്ടഡ് എ സ്റ്റഡി സെന്റർ കോൾഡ് ദ അക്കാഡമി. ഈ പ്ലേറ്റോ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റഡി സെന്റർ ആണ് ഏത്? അക്കാഡമി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഫേമസ് വർക്ക് ദ റിപ്പബ്ലിക്. അദ്ദേഹത്തിന്റെ മെയിൻ വർക്കാണ് എന്തത്? ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു സ്റ്റഡി സെന്റർ ആണ് അക്കാഡമി എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഫേമസ് വർക്കാണ് പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ എന്താണ്? സ്റ്റുഡൻറ് ഓഫ് പ്ലേറ്റോ അറ്റ് ദ അക്കാഡമി. നമ്മൾ പറഞ്ഞു ഒരു സ്റ്റഡി സെന്റർ പ്ലേറ്റോ സ്റ്റാർട്ട് ചെയ്തു എന്ന്. സോ പ്ലേറ്റോയുടെ സ്റ്റഡി സെന്ററിൽ ഒരു സ്റ്റുഡൻ്റ് ആണ് ആര്? നമ്മുടെ അരിസ്റ്റോട്ടിൽ. ദെൻ എസ്റ്റാബ്ലിഷ്ഡ് ദ സ്റ്റഡി സെന്റർ കോൾഡ് ലൈസേയം. എന്താ ചോദിച്ചിരിക്കുന്നത്? അരിസ്റ്റോട്ടിലിൻ്റെ ഒരു സ്റ്റഡി സെന്റർ, അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലും സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ലൈസിയം എന്ന് പറയുന്നത്. ദെൻ ഓതർ ഓഫ് ദ ബുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് 3 ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ പോയിന്റ് ഇട്ട് തന്നെ പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ച് എക്സാമിന് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 2 ടേംസ് നമ്മുടെ അടുത്ത് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഫസ്റ്റത്തെ പോളീസ്, ദെൻ ഗ്രീക്കോ പേർഷ്യൻ വാർസ്. ഇത് രണ്ടും എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോളിസ് എന്താണെന്ന് നോക്കാം. ഇൻ ഏൻഷ്യന്റ് ഗ്രീസ് വില്ലേജ് വെയർ ദ മെയിൻ സെറ്റിൽമെന്റ്സ്. As agriculture and trade developed, a city was formed. Eventually, a city and a number of surrounding villages came together and began to transform into city-states. These city-states were known as polis. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏൻഷ്യൻ ഗ്രീസിൽ വില്ലേജ് എന്ന് പറയുന്നത് മെയിൻ എന്താണ്? മെയിൻ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അവരുടെ വില്ലേജസ് ആണ്. അഗ്രികൾച്ചറും അതുപോലെ തന്നെ ട്രേഡും ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോൾ സിറ്റീസ് ഫോം ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം എന്താണ്? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു, ദെൻ ട്രേഡ് ഒക്കെ ഡെവലപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സിറ്റീസ് ഫോം ചെയ്യാൻ തുടങ്ങും.
അത് ഇവഞ്ച്വലി ക്രമേണ എന്ത് പറ്റി, സിറ്റി ആൻഡ് എ നമ്പർ ഓഫ് സറൗണ്ടിങ് വില്ലേജസ് കെയിം ടുഗെദർ ആൻഡ് ബിഗാൻ ടു ട്രാൻസ്ഫോം ഇൻ ടു സിറ്റി സ്റ്റേറ്റ്സ്. സിറ്റിയൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന്, വില്ലേജസ് ഒക്കെ വന്നു, ഒരുപാട് ആൾക്കാരൊക്കെ കൂടി ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് അവിടെ എന്ത് വരുന്നത്, സിറ്റി സ്റ്റേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഈ സിറ്റി സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ പോളീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പറയുന്നത് എന്താണ്, ഏൻഷ്യൻ ഗ്രീസിൽ വില്ലേജസ് ആയിരുന്നു അവരുടെ മെയിൻ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ദെൻ ട്രേഡും അഗ്രികൾച്ചറും ഒക്കെ ഡെവലപ്പായി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് പറ്റി, സിറ്റീസിന്റെ നമ്പർ കൂടാൻ തുടങ്ങി. സിറ്റീസിന്റെ നമ്പർ കൂടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് വില്ലേജസ് ഒക്കെ സറൗണ്ടിങ്സിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ട് മാറാൻ തുടങ്ങി. ഈ സിറ്റി സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ പോളീസ് എന്ന് പറയും. The next one, Greco-Persian War ആണ് ചോദിച്ചിരിക്കുന്നത്. Greco-Persian War എന്താണ്? The Persian Empire, which was hostile to the Greek city-states, was invaded and conquered by a combined army of Athens and Sparta. These wars are known as the Greco-Persian War. Greco-Persian War എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേർഷ്യൻ എംപയർ ആരായിട്ട് ശത്രുതയിലായിരിക്കുമ്പോഴാണ്, നമ്മുടെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ട് ശത്രുതയിലിരിക്കുന്ന ഈ പേർഷ്യൻ എംപയറിനെ ആരാണ് തകർക്കാൻ ശ്രമിച്ചത്, നമ്മുടെ ആർമി ഓഫ് ഏതൻസും സ്പാർട്ടയുടെയും ഏതൻസിൻ്റെയും കമ്പൈൻഡ് ആർമീസ്, അവരുടെ ആർമീസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പേർഷ്യൻ എംപയറിനെ അറ്റാക്ക് ചെയ്യുന്നത്. ആ അറ്റാക്ക് ചെയ്ത് അവരെ കീഴടക്കിയതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ വാറിനെയാണ് നമ്മൾ ഗ്രീക്കോ പേർഷ്യൻ വാർ എന്ന് പറയാം. ഇവിടെ തോറ്റത് നമ്മുടെ പേർഷ്യൻ എംപയർ ആണ്. ഓക്കെ, ഈ പേർഷ്യൻ എംപയറിനെ നമ്മുടെ കമ്പൈൻഡ് ആർമി ഓഫ് ഏതൻസും സ്പാർട്ടയും കൂടി അറ്റാക്ക് ചെയ്ത വാറിനെയാണ് നമ്മൾ ഗ്രീക്കോ പേർഷ്യൻ വാർ എന്ന് പറയാം. ഓക്കെ, then next question, okay, who are the prominent rulers of the Persian Empire? Persian Empireന്റെ prominent leaders ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാ? സൈറസ്, ഡാരിയസ് 1 ആൻഡ് സെക്സസ്. ഓക്കെ, സോ ഇവർ 3 പേരുമാണ് നമ്മുടെ പേർഷ്യൻ എംപയറിലെ മെയിൻ prominent leaders എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മിസ് നേരത്തെ പറഞ്ഞു ഈട്ടം, ജനപദാസ്. ഡിഫൈൻ ജനപദാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജനപദാസ് എന്ന് പറഞ്ഞാൽ? ജനപദ മീൻസ് ദ ലാൻഡ് വെയർ പീപ്പിൾ റിസൈഡ്. എന്താണ്? ആളുകൾ താമസിക്കുന്ന ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനപദാസ് എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾ ഹു എസ്റ്റാബ്ലിഷ്ഡ് അഗ്രികൾച്ചറൽ ഫീൽഡ് ആൻഡ് റെസിഡൻഷ്യൽ സോൺസ് ഇൻ റിസോഴ്സ് റിച്ച് ഏരിയ സ്റ്റാർട്ടഡ് ടു സെറ്റിൽ ദയർ. എന്താ പറയുന്നത്? അഗ്രികൾച്ചർ ഒക്കെ ഒരുപാട് എസ്റ്റാബ്ലിഷ് ആവാൻ തുടങ്ങിയപ്പോൾ, ഒരുപാട് ഡെവലപ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്ത് പറ്റി, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത ഏരിയയിൽ തന്നെ സെറ്റിൽമെന്റും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ അവർ സെറ്റിൽഡ് ചെയ്ത സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുക? ജനപദ എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കിടന്ന് താമസിക്കുന്ന ജനപദാസിനെയാണ് നമ്മൾ, ഇതിനെയാണ് നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജനപദാസ് എന്ന് പറയാം. ഒരുപാട് ജനപദാസ് ഇങ്ങനെ കൂടുന്നതാണ് നമ്മൾ മഹാജനപദാസ് എന്ന് പറയാം. ഓക്കെ, then next question, who are the prominent rulers of Magadha? ഇപ്പം മിസ് പറഞ്ഞ മഹാജനപദയിലെ ഒരു പ്രൊമിനന്റ് വൺ ആണ് മഗധ എന്ന് പറയുന്ന മഹാജനപദ. ഈ മഗധ മഹാജനപദയിൽ മിസ് പറഞ്ഞു അതിന്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അതിനത്രയും എന്താണ് പ്രൊമിനന്റ് ആയിട്ട് വരാനുള്ള കാരണങ്ങളിൽ മിസ് പറഞ്ഞു അവിടുത്തെ എഫിഷ്യന്റ് റൂളേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലേ. സോ അവിടുത്തെ എഫിഷ്യന്റ് റൂളേഴ്സ് ആരൊക്കെയാണ്? ബിംബിസാര, അജാത ശത്രു, ദെൻ മഹാപത്മനന്ദ, ദെൻ ധനനന്ദ. സോ ഇത്രയും പേരാണ് അവിടുത്തെ മെയിൻ പ്രൊമിനന്റ് റൂളേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ 2 പേരെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക. The philosophy founded by ഗൗതമ ബുദ്ധ. ഗൗതമ ബുദ്ധ ഫൗണ്ട് ചെയ്ത ഫിലോസഫിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഗൗതമ ബുദ്ധ. ബുദ്ധിസം കൊണ്ടുവന്നതാണ് നമ്മുടെ ഗൗതമ ബുദ്ധ. ഓക്കെ, then what are the major ideals of this philosophy? ഈ ഫിലോസഫിയുടെ, അതായത് ബുദ്ധിസത്തിന്റെ മെയിൻ ഐഡിയൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത്? ഡു നോട്ട് ഹാം അതേഴ്സ്, മറ്റുള്ളവർ നമ്മൾ എന്ത് ചെയ്യുക? ഉപദ്രവിക്കാതിരിക്കുക. ദെൻ ഡു നോട്ട് ലൈ, കള്ളം പറയാതിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഹോണസ്റ്റ് ആയിട്ടിരിക്കുക. ദെൻ ഡു നോട്ട് കോവറ്റ് അതേഴ്സ് വെൽത്ത്, മറ്റുള്ളവരുടെ വെൽത്ത് ഒന്നും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ബുദ്ധിസത്തിൽ വരുന്ന ഫിലോസഫീസ് അല്ലെങ്കിൽ ഐഡിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ ബുദ്ധിസത്തിന്റെ അല്ലെങ്കിൽ ജൈനിസത്തിന്റെ ഐഡിയൽസ് ചോദിക്കാം. വാട്ട് ആർ ദ മേജർ ഐഡിയൽസ് ഓഫ് ജൈനിസം? നമ്മളിപ്പോൾ ബുദ്ധിസം ആണ് പറഞ്ഞത്. ജൈനിസത്തിലെ മെയിൻ ഐഡിയൽസ് എന്തൊക്കെയാണ്? ഓൾ തിങ്സ് ഹാവ് ലൈഫ്. എല്ലാ സാധനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ തിങ്സിനും എന്തുണ്ട്? ഒരു ലൈഫ് ഉണ്ട്. നോ ലിവിങ് തിങ്സ് ഷുഡ് ബി ഹാംഡ്. എന്താ? ഒരു ലിവിങ് തിങ്സിനും എന്താണ്? ഹാം ചെയ്യാൻ പാടില്ല. അതായത് അഹിംസ വേണമെന്നാണ് പറയുന്നത്. ദെൻ ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ, കള്ളം പറയരുത്. അതുപോലെ തന്നെ ഒന്നും
മോഷ്ടിക്കരുത്. ദെൻ പ്രാക്ടീസ് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. അതായത് നമ്മുടെ 3 രത്നാസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുക. 3 രത്നാസ് ഏതൊക്കെയാണ്? റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. ഇതിനെയാണ് നമ്മൾ 3 രത്നാസ് എന്ന് പറയുന്നത്. 3 രത്നാസ് വരുന്നത് നമ്മുടെ ജൈനിസത്തിലാണ്. സോ ഇത് എന്ത് ചെയ്യുക? നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതോടെ നമ്മുടെ ചാപ്റ്റർ 2 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2-ൽ ഏർലി സ്റ്റേറ്റ്സും കാര്യങ്ങളും പറഞ്ഞു, ഫിലോസഫേഴ്സിന്റെ കാര്യം പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് മഹാജനപദാസ്, അതുപോലെ തന്നെ മഗധനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. ഓക്കെ, ദെൻ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. നമ്മുടെ സ്റ്റേറ്റ് ഫോർമേഷനും അതുപോലെ തന്നെ അതിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദെൻ ഡിവിഷൻ ഓഫ് എന്താണ് പവർ, നമ്മുടെ ഗവൺമെന്റിന്റെ പവേഴ്സ് 3 ഓർഗൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ദ ഫോളോയിങ് സ്യൂട്ടബ്ലി. തന്നിരിക്കുന്ന ഒരു ടേബിൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. So the land area, the water bodies, the air space and the coastal areas of a country that come under the jurisdiction of state formation. ഇതിൽ വരുന്നത് ഏതാണ്? പോപ്പുലേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? അത് വായിച്ചിട്ട് ഏതാണോ മാച്ച് ആവുന്നത് അത് വേണം നമ്മൾ മാച്ച് ചെയ്ത് എഴുതാൻ. Then the supreme power of the state to take decisions without being subjected to external interventions or pressure. ഇതിന്റെ നേരെ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ആണ്. Then an agency to form and express policies of the state. സ്റ്റേറ്റിന്റെ പോളിസീസ് ഒക്കെ അല്ലെങ്കിൽ എന്താ ഫോം ചെയ്യുന്നതും എക്സ്പ്രസ് ചെയ്യുന്ന ഏജൻസി അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Then people stay together with mutual dependence, common interest and collective consciousness. ടെറിട്ടറി ആണ് കൊടുത്തിരിക്കുന്നത്. Then നെക്സ്റ്റ് നോക്കിയേ, അപ്പോൾ നമ്മളുടെ അടുത്ത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. സോ നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വരുന്നത് ഏതൊക്കെയാണെന്നത്? ലാൻഡ് ഏരിയ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുക? വന്നിരിക്കുന്നതിൽ ലാൻഡ് ഏരിയ ഉണ്ട്. ലാൻഡ് ഏരിയ, ദ വാട്ടർ ബോഡി, ദ എയർ സ്പേസസ് ഒക്കെയാണ് പറയുന്നത്. സോ അത് വരുന്നത് നമ്മുടെ ടെറിട്ടറി ആണ്. ഓക്കെ, ദെൻ ദ സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ് to take decisions without being subjected to external intervention or pressure. മറ്റുള്ളവരുടെ എക്സ്റ്റേണൽ ഇന്റർവെൻഷൻസ് ഒന്നും ഇല്ലാതെ ഡിസിഷൻസ് എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് വരുന്നത് നമ്മുടെ സോവറൈനിറ്റി ആണ്. Then an agency to form and express policies of the state. സ്റ്റേറ്റിന്റെ പോളിസീസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഫോം ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണ്. Then people stay together with mutual independence. ആളുകൾ മ്യൂച്വൽ ഡിപ്പെൻഡൻസോട് കൂടി എന്താണ് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് നമ്മൾക്ക് ഏത് വരുന്നത്? പോപ്പുലേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മാച്ച് ചെയ്യുന്ന. മിസ് ആൻസർ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, then next question നോക്കാം. which among the following does not belong to the peculiarities of a government? ഇപ്പൊ മിസ് പറഞ്ഞ ഫാക്ടേഴ്സിൽ ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ 4 കൊടുത്തിരിക്കുന്നത്. ഈ 4 ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് മാച്ച് അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നോക്കിയേ, കമ്പോണന്റ് ഓഫ് ദ സ്റ്റേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ 4 നമ്മുടെ ഗവൺമെന്റിന്റെ കമ്പോണൻസിൽ വരുന്നതാണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒഫീഷ്യൽസും ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് പറയുന്നത്. ആൻഡ് സോവറൈനിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദിസ് ഏജൻസി. ഈ ഏജൻസി വഴിയാണ് സോവറൈനിറ്റി ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന്, പരമാധികാരം എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബിക്കോസ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെർമനന്റ് ഏജൻസി അല്ല, അല്ലെങ്കിൽ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ഇത് നമ്മുടെ SCRTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Then next പറഞ്ഞിരിക്കുന്നത് write a note on any one organ of a government. നമ്മുടെ ഗവൺമെന്റിന്റെ പവേഴ്സ് 3 ഓർഗൻസിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ഏതാണെന്ന്. ഈ ലെജിസ്ലേച്ചർ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ലെജിസ്ലേച്ചറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോ മേക്കിംഗ് ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പഠിക്കാം. മേക്കിംഗ് ലോ എന്ന് മാത്രമായാലും പഠിച്ചാൽ മതി. എക്സിക്യൂട്ടീവിൽ വരുമ്പോൾ എന്താണ്? ഇംപ്ലിമെന്റ് ദ ലോ എന്ന് പഠിച്ചാൽ മതി. ഇംപ്ലിമെന്റ്സ് ദ ലോ. ദെൻ ജുഡീഷ്യറി വരുമ്പോൾ ഇന്റർപ്രറ്റ്സ് ദ ലോ.
ഓക്കെ, അപ്പോൾ ഈ മൂന്നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്. ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ മേക്കിംഗ് ലോ ആണ്, എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റിംഗ് ലോ ആണ്, ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ഇന്റർപ്രറ്റ് ദ ലോ ആണ്. അതായത് ഇവരായിരിക്കും നിയമം ഉണ്ടാക്കുക, അത് നടത്തുന്നത് ഇവരായിരിക്കും. ഈ നടത്തിയ നിയമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായി അത് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്നതൊക്കെ നമ്മുടെ ജുഡീഷ്യറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ, ദ മേജർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ലെജിസ്ലേച്ചർ ഇൻക്ലൂഡ് മേക്കിംഗ് ലോസ് ആൻഡ് ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് ലോസ് ദാറ്റ് ആർ റിക്വയർഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ആവശ്യാനുസരണം ലോ മേക്ക് ചെയ്യാനും അതിൽ എന്തെങ്കിലും എക്സിസ്റ്റഡ് ആയിട്ടുള്ള ലോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ലെജിസ്ലേച്ചറിനാണുള്ളത്. ആൻഡ് ദ ലെജിസ്ലേച്ചർ ഹാസ് എ ഗ്രേറ്റ് റോൾ ഇൻ കൺട്രോളിങ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നതിലെ മെയിൻ റോൾ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിനാണ്. Then executive of the laws made by the legislature are implemented and the administration is carried out by the executive. എന്താ നമ്മുടെ ലെജിസ്ലേച്ചർ ഇംപ്ലിമെന്റ് ചെയ്ത അല്ലെങ്കിൽ മേക്ക് ചെയ്ത ലോ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ് ആർ എക്സിക്യൂട്ടഡ് ബൈ ദിസ് ഓർഗൻ. നമ്മുടെ ഗവൺമെന്റിന്റെ ഓരോ ഡെയിലി ആക്ടിവിറ്റീസും ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, then the third one, judiciary interprets laws, resolves disputes and punishes the offenders. When the legislature makes laws, the executive executes it. The disputes that arise during this process are solved by the judiciary. ഇവർ രണ്ടുപേരും ചെയ്യുന്നതിൽ ഇപ്പം ഇവർ ലോ മേക്ക് ചെയ്യും, അത് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഈ ഇംപ്ലിമെന്റ് ചെയ്ത ലോയിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ലോയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ജുഡീഷ്യറി ആണ്. അപ്പം ഇവര് ഇന്റർപ്രറ്റ് ചെയ്ത ലോ ഇംപ്ലിമെന്റ് ചെയ്ത ലോ ഇന്റർപ്രറ്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ജുഡീഷ്യറി ചെയ്യുന്നത്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പോയിന്റ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക. ലോ മേക്കിംഗ്, ഇംപ്ലിമെന്റിംഗ് ലോ, ഇന്റർപ്രറ്റ് ലോ. The next നോക്കാം, explain the various theories that led to the formation of the state. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് ഫോർമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ഫോർമേഷന് 3 തിയറീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫോഴ്സ് തിയറി ആണ് ഫസ്റ്റ് വൺ. നമ്മുടെ സ്റ്റേറ്റ് ഫോർമേഷനിൽ വരുന്ന ഫസ്റ്റ് തിയറിയാണ് ഫോഴ്സ് തിയറി. ദെൻ തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. എന്താണ് ഫോഴ്സ് തിയറിയിൽ പറയുന്നത് എന്താണ്? ദ സ്ട്രോങ് കോൺകേർഡ് ദ വീക്ക് ബൈ ഫോഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ സ്റ്റേറ്റ്. എന്താ പറയുന്നത്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ തകർക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെന്താണ് അടിച്ചമർത്തി അവിടെ ഒരു സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കുന്നു. അതാണ് ഫോഴ്സ് തിയറി എന്ന് പറയുന്നത്. തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ്സ് ഓർ കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ പീപ്പിൾ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. പീപ്പിൾസ് മേക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മെയ്ഡ് ചെയ്തിരിക്കുന്ന എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ കോൺട്രാക്ട് വഴി സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതാണ് തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആൻഡ് തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ, ദ സ്റ്റേറ്റ് വാസ് നോട്ട് ബിൽഡ് ബൈ എനി വൺ. എന്താ പറയുന്നത്? തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതല്ല. ഇറ്റ് വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോങ് ടേം എവല്യൂഷൻ. ഒരുപാട് നാളത്തെ എവല്യൂഷനിലൂടെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മുടെ തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷനിൽ പറയുന്നത്. സോ ഇത് മൂന്നുമാണ് നമ്മുടെ എന്ത് സ്റ്റേറ്റ് ഫോർമേഷന്റെ മെയിൻ തിയറീസ് എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് തിയറി, തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട്, തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. The next one നോക്കാം, answer the following. Which type of state is based on population, territory, government and sovereignty? നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു എന്താണ്, നമുക്ക് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, നേഷൻസ് ഉണ്ട്. അപ്പം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്സിൽ അത് ഏതിലാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓരോ സ്റ്റേറ്റ്സും അതിൽ വരുന്ന ഫീച്ചേഴ്സും ഉണ്ട്. സോ ആ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫീച്ചേഴ്സിൽ നിന്ന് സ്റ്റേറ്റ് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Which type of state is based on population, territory, government and sovereignty? പരമാധികാരവും അതുപോലെ തന്നെ ഭൂപ്രകൃതി അല്ലെങ്കിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ആണ്? നമ്മുടെ നേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ടെറിട്ടറി ഒക്കെ ആയിട്ട് ഗവൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി which city states are considered most similar to modern state? മോഡേൺ സ്റ്റേറ്റ് ആയിട്ട് സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്ന സിറ്റി സ്റ്റേറ്റ്സ് ഏതാണ്? അതാണ് നമ്മുടെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു അത്.
Then third one എന്താ, which type of states emerged after the fall of the Roman Empire? റോമൻ എംപയറിന്റെ തകർച്ചയ്ക്ക് ശേഷം എമർജ് ചെയ്ത് വന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? That is feudal states. Okay. Then which empire's law and infrastructure are similar to those of modern states? അതാണ് നമ്മുടെ റോമൻ എംപയർ എന്ന് പറയുന്നത്. And the last one, which early administrative systems developed in river valley civilizations like Mesopotamia and Egypt? ഈ മെസപ്പൊട്ടാമിയ അല്ലെങ്കിൽ ഈജിപ്റ്റ് ഒക്കെ പോലെയുള്ള സിവിലൈസേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിട്ട് ഏത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് നമ്മുടെ ഈ റിവർ വാലി സിവിലൈസേഷനൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ 5 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്സ് മനസ്സിലായി. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്സിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ സ്റ്റേറ്റ് തന്നിട്ട് അത് എഴുതാൻ പറഞ്ഞാലും നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ. Then who is the father of political science? നമ്മൾ നേരത്തെ നോക്കിയതാണ്, അരിസ്റ്റോട്ടിൽ ആണ് നമ്മുടെ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് 1 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. Then who first used the term state in its modern sense? മോഡേൺ സെൻസിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? നമ്മുടെ ഇറ്റാലിയൻ ഫിലോസഫർ ആയിട്ടുള്ള നിക്കോളോ മാക്കിയവെല്ലിയാണ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഓക്കെ. ദെൻ ഡിഫൈൻ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ? രാഷ്ട്രം എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് ഈസ് എ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബൈ ദ പീപ്പിൾ. പീപ്പിൾസ് ഫോം ചെയ്യുന്ന, അതായത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്നാണ് അർത്ഥം. അപ്പം പീപ്പിൾസ് ഫോം ചെയ്തിട്ടുള്ള ഒരു ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുക. A group of people living permanently within a definite territory with a sovereign government is a state. അതായത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു സ്ഥലത്ത്, അതായത് ഒരു നിശ്ചിത സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പറയുന്ന എത്രത്തോളം സ്ഥലമാണോ അല്ലെങ്കിൽ ആ ടെറിട്ടറിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ താമസിക്കുന്നതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. Then major responsibilities of the government. നമ്മൾ കമ്പോണൻസ് ഓഫ് സ്റ്റേറ്റ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പോപ്പുലേഷൻ, സോവറൈനിറ്റി, ടെറിട്ടറി, ഗവൺമെന്റ് പഠിച്ചു. അപ്പം അതിൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹെൽപ്പ് ടു കീപ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ പീപ്പിൾ ആക്റ്റീവ്. സ്റ്റേറ്റും പീപ്പിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾസിനെയും അതുപോലെ തന്നെ റിസോഴ്സസും കോർഡിനേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു കോർഡിനേറ്റ് ദി റിസോഴ്സസ് ആൻഡ് ദ പീപ്പിൾ. And it is an agency to form the policies of the state, express and execute them. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഏജൻസിയാണ്. പോളിസി, സ്റ്റേറ്റിന്റെ പോളിസീസ് ഫോം ചെയ്യാനും അത് എക്സ്പ്രസ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഏജൻസിയാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഹാൻഡിൽസ് ലോ ആൻഡ് ഓർഡർ, റൂൾ ഓഫ് ലോ, ദെൻ ഡിഫെൻസ്, ഫോറിൻ റിലേഷൻസ്, റോഡ്സ്, ബ്രിഡ്ജസ് എക്സെട്ര. ഈ പറയുന്നതെല്ലാം ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നതാണ് ആര്? നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ചാപ്റ്റർ 3 കഴിഞ്ഞു. ചാപ്റ്റർ 3ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? നമ്മുടെ കമ്പോണൻസ് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് ആ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഈ ചാപ്റ്റർ 4ൽ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രം ഗ്ലോബ് ടു ദ മാപ്പ്. ഇത് നമുക്ക് ഗ്ലോബ് അതുപോലെ തന്നെ മാപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. നോക്കിയാലോ? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ്. തന്നിരിക്കുന്ന പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് ഈ കോൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ SCRT പബ്ലിഷ് ചെയ്തതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇതിൻ്റെ ഡിഗ്രീസും നോക്കിയാലോ? നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സും അതുപോലെ തന്നെ അതിൻ്റെ മെഷേഴ്സും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേറ്ററിൽ വരുമ്പോൾ നമ്മുടെ ഡിഗ്രി എത്രയായിരിക്കും? ഇക്വേറ്റർ നമ്മുടെ സെൻറ്ററിൽ വരുന്നതായതുകൊണ്ട് ഇപ്പം ഇതാണ് നമ്മുടെ ഗ്ലോബ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരയ്ക്കുന്നതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഈ ലാറ്റിറ്റ്യൂഡ്സിൽ സെൻട്രിൽ കൂടെ പോകുന്നതാണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും 0 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ലോഞ്ചിറ്റ്യൂഡിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇതാണ് നമ്മുടെ 2 പോൾസ്. ഇത് നോർത്ത്, ഇത് സൗത്ത്.
ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വെസ്റ്റ് സൈഡ് വരുന്നത്, ഇത് നമ്മുടെ ഈസ്റ്റ് സൈഡ് വരുന്നത്. അപ്പൊ ഇനി നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഈ ലാറ്റിറ്റ്യൂഡ്സിൽ നടുക്കിൽ പോകുന്നതാണ് നമ്മുടെ ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും 0 ഡിഗ്രി ആയിരിക്കും. ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത് ആയിരിക്കും. ദെൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി സൗത്ത് ആയിരിക്കും. ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്, ഇവിടെ ഒരു സി ഇല്ല, ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് 66.5 ഡിഗ്രി നോർത്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് 66.5 ഡിഗ്രി സൗത്ത് ആയിരിക്കും. ഈ സൈഡിലായിരിക്കും അന്റാർട്ടിക് സർക്കിൾ വരിക, ഈ സൈഡിലായിരിക്കും നമ്മുടെ ആർട്ടിക് സർക്കിൾ വരിക. ഓക്കെ, സോ ഈ ഡിഗ്രീസും ഈ ലാറ്റിറ്റ്യൂഡ്സിന്റെ പേരും മറക്കാതിരിക്കുക. ഇനി write the names of the continent that belongs only in southern hemisphere from the options. ഈ തന്നിരിക്കുന്നതിൽ സദേൺ ഹെമിസ്ഫിയറിൽ മാത്രം വരുന്ന ഒരു കോണ്ടിനെന്റ് ഉണ്ട്, അത് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, ഓപ്ഷൻ ഡി ഏഷ്യ ഉണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഓസ്ട്രേലിയ ആണ് നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ മാത്രം വരുന്ന കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. Then name the curved lines perpendicular to the latitudes. ലാറ്റിറ്റ്യൂഡ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻസിന് പറയുന്ന പേരെന്താ? ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡ്സ്. Then what you mean by standard meridian? Standard meridian എന്ന് വെച്ചാൽ എന്താ? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് is known as the standard meridian. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയാം. ദെൻ ക്യാൻ യു റൈറ്റ് ഫീച്ചേഴ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ്? നമ്മൾ പറഞ്ഞു ഇങ്ങനെ വരയ്ക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ലോഞ്ചിറ്റ്യൂഡ്സിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഈ ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പോൾസ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ്. സോ ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ദ ലൈൻസ് കണക്ടിങ് ബോത്ത് ദ പോൾസ് ഓൺ ദി ഗ്ലോബ്. ഈ ഗ്ലോബിൽ, ഇതിപ്പോൾ ഒരു ഗ്ലോബ് ആണെങ്കിൽ ഇവിടെ നമ്മുടെ നോർത്ത് പോൾ, ഇവിടെ നമ്മുടെ സൗത്ത് പോളും ആണ്. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ആംഗുലർ ഡിസ്റ്റൻസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ. സോ അതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആൻഡ് ദ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ടു ഇറ്റ്? അടുത്ത ആംഗുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി ആണ്. Then identify the lines of longitudes which divide the earth into eastern and western hemisphere. നമ്മുടെ ഗ്ലോബിനെ അല്ലെങ്കിൽ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്, നമ്മുടെ ഗ്ലോബിനെ അല്ലെങ്കിൽ നമ്മുടെ എർത്തിനെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഡിവൈഡ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ്സ് ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഓക്കെ, രണ്ടായിട്ട് നമ്മുടെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായിട്ട് നമ്മുടെ ഗ്ലോബിനെ തിരിക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. മാപ്പ് പ്രൊജക്ഷൻ. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള വേറൊരു ടേം ആണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. മാപ്പ് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ദ മെത്തേഡ് ബൈ വിച്ച് ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് സയന്റിഫിക്കലി ട്രാൻസ്ഫേർഡ് ടു എനി ഫ്ലാറ്റ് സർഫസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സിനെയും ലോഞ്ചിറ്റ്യൂഡ്സിനെയും ഒരു ഫ്ലാറ്റ് സർഫസസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരയ്ക്കുന്നതാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് 3 ടൈപ്പിലാണ് മാപ്പ് പ്രൊജക്ഷൻ വരുന്നത്. അവിടെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ലൈൻസിനെ നമ്മൾ ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുക. Then match the following. ഇത് 3 എണ്ണമാണ് നമ്മുടെ മാപ്പ് പ്രൊജക്ഷന്റെ 3 ടൈപ്പ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ, ജെനിത്തൽ പ്രൊജക്ഷൻ, കോണിക്കൽ പ്രൊജക്ഷൻ. ഇത് 3 എണ്ണമാണ്. ഇതിന്റെ ഫിഗർ ഉൾപ്പെടെ പഠിക്കാനുണ്ട്. ഫിഗർ നോട്ട് ചെയ്ത് വെക്കാം. മേ ബി ഫിഗർ തന്നിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാകും. സോ ഫസ്റ്റത്തെയാണ് നമ്മുടെ സിലിണ്ടർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചർ എന്താണെന്ന്? സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നതിന്റെ നേരെ കിടക്കുന്നത് നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ട്രാൻസ്ഫർ ടു എ കോണിക്കൽ സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ജെനിത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് ടു മാപ്പ് ഇക്വറ്റോറിയൽ റീജിയൻസ്. കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് പ്രൊജക്റ്റഡ് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. സോ നമുക്കൊന്ന് ഇതൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയാലോ. സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാപ്പ് ഇക്വറ്റോറിയൽ റീജിയൻസ്. ഇക്വറ്റോറിയൽ റീജിയൻസിലെ മാപ്പിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ജെനിത്തൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ്
പ്രൊജക്റ്റഡ് ഓൺ എ ഫ്ലാറ്റ് സർഫസ്. നെറ്റ്വർക്ക് ലൈൻസിനെ നമ്മൾ ഫ്ലാറ്റ് സർഫസിലേക്ക് മാറ്റുന്നതാണ് ജെനിത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ട്രാൻസ്ഫർ ടു എ കോണിക്കൽ സർഫസ്. കോണിക്കൽ സർഫസിലേക്ക് നമ്മൾ ലൈൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 3 ടൈപ്പ് ഓഫ് പ്രൊജക്ഷനും കിട്ടി. അതിൻ്റെ ഫീച്ചർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും മനസ്സിലായി. ഇനി വാട്ട് ഈസ് GIS? ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വേറൊരു ടേമാണ് GIS എന്ന് പറയുന്നത്. എന്താണ് GIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് കളക്ടിങ്, അനലൈസിങ് ആൻഡ് സ്റ്റോറിങ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ ആൻഡ് പ്രസന്റിങ് ഇറ്റ് ഇൻ ദി ഫോം ഓഫ് മാപ്സ്, ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ് വെൻ എവർ നീഡഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ്, ജിയോഗ്രഫിക് ഇൻഫോർമേഷൻസ് അത് നമ്മൾ കളക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്ത്, അതുപോലെ തന്നെ ഇതെന്താണ് മാപ്പ് അല്ലെങ്കിൽ ഗ്രാഫ് അല്ലെങ്കിൽ ടേബിൾ രൂപേണ ഈ 3 രീതിയിൽ ആ ഡീറ്റെയിൽസിനെ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? GIS എന്ന് പറയുക. ദെൻ maps are also used as one of the primary sources of information in the GIS. ഈ GISലെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് മാപ്പ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാപ്പ് ആയിരിക്കും. Then write the instances that we use GIS. GIS നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എവിടെയൊക്കെയാണ് നമുക്ക് GIS യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ യൂസസ് ഓഫ് GIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ് റൂട്ട്സ് ഓൺ ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പിൽ നമുക്ക് റൂട്ട്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ടും ഡെലിവറി ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ എന്താണ് ATMs, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് GIS യൂസ് ചെയ്യാം. ദെൻ മോണിറ്ററിങ് വെതർ ഫോർകാസ്റ്റ്, നമ്മുടെ വെതർ കണ്ടീഷൻസും സൈക്ലോൺസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് GIS യൂസ് ചെയ്യാം. ദെൻ മാനേജിങ് സിറ്റി ട്രാഫിക് ത്രൂ നാവിഗേഷൻ ആപ്സ്. സോ ഇത്രയും യൂസസ് ആണ് നമുക്ക് GIS വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം നോട്ട് ചെയ്ത് വെക്കുക. Then how many longitudinal lines are there on earth? എർത്തിൽ എത്ര ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രണ്ണ? 360 longitudinal lines ആണ് നമ്മുടെ എർത്തിലുള്ളത്. Then what is the significance of longitudinal lines? ഈ longitudinal linesന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Longitudinal lines are significant because they help to determine, എന്തിനു വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? ടൈം സോൺസ് ഡിറ്റർമൈൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ എർത്തിലെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് മനസ്സിലാവാനും നമുക്ക് വേണ്ട, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലോബിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ഗ്ലോബിൽ ഇവിടെ നമ്മുടെ ഒരു വീടുണ്ട് നമ്മൾ പറയുവാണെങ്കിൽ ഈ വീട് എവിടെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഈ ലോഞ്ചിറ്റ്യൂഡ്സും ഈ ലാറ്റിറ്റ്യൂഡ്സും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടൈം സോൺസ് മാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ എക്സാക്ട് എർത്തിലെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുമാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ മാപ്പ് പ്രൊജക്ഷൻസ്. മാപ്പ് പ്രൊജക്ഷൻ എന്താണെന്ന് മിസ് പറഞ്ഞു, 3 ടൈപ്പും പറഞ്ഞു. ഈ കൊടുത്തിരിക്കുന്നത് 2 ടൈപ്പ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റത്തെ കോണിക്കൽ പ്രൊജക്ഷൻ ആണ്. ഈ ഫിഗർ കാണുമ്പോൾ നോക്കുക, ഇത് നമ്മുടെ കോണിക്കൽ പ്രൊജക്ഷനിൽ വരുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് നമ്മുടെ ജെനിത്തൽ പ്രൊജക്ഷൻ ആണ്. ഇതാണ് നമ്മുടെ ജെനിത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഫിഗർ കൂടി നോക്കിയിട്ട് പഠിക്കുക. ഇതാണ് നമ്മുടെ 3 എണ്ണത്തിൽ 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതോടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ക്ലാസ് 6ൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ റിവിഷനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക. ടെൻഷൻ അടിക്കേണ്ട ആരും, നന്നായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.